കഥകൾ പലതുമുണ്ട് മലയാള സിനിമയിൽ. കഥകളേറെ പറയാനുമുണ്ട് മലയാള സിനിമയ്ക്ക്. അതിൽ ഒരു കഥയാണ് വിജയശ്രീയുടെ കാമുകൻ അസീം ഭായിയുടെ കഥ. അസീം ഭായി ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാർക്ക്, അതായത് നിർമ്മാതാക്കൾക്ക് ഫണ്ടിങ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. പ്രേം നസീറും അസീം ഭായിയും തമ്മിലുള്ള ബന്ധം അനിർവചനീയമായിരുന്നു. പ്രേം നസീറിൻ്റെ പല സിനിമകൾക്കും ഫണ്ടിങ് കൊടുത്തിരുന്നത് അസീം ഭായി ആയിരുന്നു. അസീം ഭായിയും വിജയശ്രീയും തമ്മിലുള്ള ബന്ധം ഒരു പ്രണയമായി മാറി. ആ പ്രണയത്തിൽ വിജയശ്രീക്ക് നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടായിരുന്നു. കാരണം അസീം ഭായി വിജയശ്രീയെ പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. തികച്ചും വലിയൊരു മുതലാളിയായിരുന്നു അസീം ഭായി. അതുകൊണ്ട് തന്നെ വിജയശ്രീയെ പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യയായി മാത്രമാണ് വിജയശ്രീയെ അസീം ഭായി കണ്ടിരുന്നത്. എന്തായാലും വിജയശ്രീയും അസീം ഭായിയും തമ്മിലുള്ള പ്രണയം അങ്കത്തട്ട് എന്ന ഒരു സിനിമയ്ക്ക് വഴിയൊരുക്കി. വിജയശ്രീ നായകൻ, വിജയശ്രീ നായിക, പ്രേം നസീർ നായകൻ. ആ ചിത്രം വലിയ ഹിറ്റായി മാറി. അതിനുശേഷം പ്രേം നസീറും വിജയശ്രീയും ഒരുമിച്ച് കുറേ ചിത്രങ്ങൾ അങ്ങ് വന്നപ്പോൾ അസീം ഭായിക്ക് പ്രേം നസീറിനോട് വൈരാഗ്യമായി മാറി. കാരണം അങ്ങനെ ഒരു മനോഭാവമായിരുന്നു അയാൾക്ക്. കാരണം വിജയശ്രീയും പ്രേം നസീറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ അക്കാലത്ത് ഉയർന്നിരുന്നു. അക്കാലത്ത് പ്രധാനപ്പെട്ട വാരികകൾ സിനിമാ മാസികയും നാനയുമായിരുന്നു. സിനിമാ മാസികയുടെ മദ്രാസ് ലേഖകൻ നടരാജനും നാനയുടെ മദ്രാസ് ലേഖകൻ മധുവൈപ്പനയും ഒക്കെ ആയിരുന്നു. അവർ ഇതേപ്പറ്റിയുള്ള കഥകൾ എഴുതി. പ്രേം നസീറും വിജയശ്രീയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന മട്ടിലുള്ള കഥകൾ. ആ കഥ എഴുതിയ മധുവൈപ്പനയെ പ്രേം നസീർ കൈകാര്യം ചെയ്ത വിധം പിന്നീട് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. മുമ്പ് ഞാനൊരു എപ്പിസോഡിൽ സിനിമ കേരള പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അസീം ഭായിയും പ്രേം നസീറും തമ്മിൽ തെറ്റിയത് വിജയശ്രീയും പ്രേം നസീറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഫംഗ്ഷനിൽ വെച്ച്, മദ്രാസിലെ ഒരു ആഡംബര ഹോട്ടലിലെ ഫംഗ്ഷനിൽ വെച്ച് അസീം ഭായി പ്രേം നസീറിൻ്റെ മുഖത്തടിക്കാൻ ശ്രമിച്ചു. മുഖത്തടിക്കാൻ വന്ന കൈ പ്രേം നസീർ തട്ടിമാറ്റി എന്ന് മാത്രമല്ല, അത് മദ്രാസിൽ വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി. അസീം ഭായിക്ക് മദ്രാസിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രേം നസീറിൻ്റെ അനുഭാവികൾ ഏത് നിമിഷവും അസീം ഭായിയെ തട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ പഞ്ചറാക്കുന്ന അവസ്ഥ. അസീം ഭായി ഒടുവിൽ പ്രേം നസീറിൻ്റെ തന്നെ കാല് പിടിച്ചു. പ്രേം നസീർ തൻ്റെ ആരാധകരോട് പറഞ്ഞു അസീം ഭായിയെ ഒന്നും ചെയ്യരുത് എന്ന്. പിന്നീട് സംഭവിച്ചതെല്ലാം ദുരന്തത്തിൻ്റെ കഥകൾ. വിജയശ്രീ ആത്മഹത്യ ചെയ്തു. അസീം ഭായി ആ ആത്മഹത്യയിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാഴ്ച ലോകം കണ്ടു. പ്രേം നസീർ അതിനോട് പ്രതികരിക്കാത്ത കാഴ്ച ലോകം കണ്ടു. പ്രേം നസീറിനെ പറ്റി എല്ലാം പറയുമ്പോഴും ഇങ്ങനെ ചില സ്നേഹബന്ധങ്ങളും ചില മാനുഷിക ബന്ധങ്ങളും ഒക്കെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം മാനസിക ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ സൂക്ഷിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. വിജയശ്രീയും പ്രേം നസീറും തമ്മിലുള്ള ബന്ധം എങ്ങനെ തുടങ്ങി എന്ന് ചോദിച്ചാൽ അത് ആരംഭിക്കുന്നത് പ്രേം നസീറും ഷീലയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ തകർച്ചയിൽ നിന്നാണ്. ഷീലയും പ്രേം നസീറും വേർപിരിഞ്ഞപ്പോൾ പ്രേം നസീർ തനിക്കൊരിണയായി കൂട്ടാക്കിയത് ജയഭാരതിയെയും വിജയശ്രീയെയും ആയിരുന്നു. അതിൽ പ്രേം നസീർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതും വിജയശ്രീയെ ആയിരുന്നു. അതാകാം അസീം ഭായിയെ പ്രകോപിപ്പിച്ചതും അസീം ഭായിയെ കൊണ്ട് പ്രേം നസീറിൻ്റെ കരണത്ത് അടിക്കാൻ ശ്രമിച്ചതും ഒക്കെ, അസീം ഭായിയെ കൊണ്ട് പ്രേം നസീറിനെ തല്ലാൻ ശ്രമിച്ചതും ഒക്കെ. ഇതൊക്കെ ഒരു കാലത്തെ സിനിമ കഥയാണ്. ഇതൊക്കെ ഒരു കാലത്തെ സിനിമയുടെ ചരിത്രമാണ്.
ചരിത്രങ്ങൾ ഒരിക്കലും മാറുകയില്ല. ചരിത്രങ്ങൾ ഒരിക്കലും മായുകയില്ല. അതൊരു ചരിത്രമായി തന്നെ നിലനിൽക്കും.